എന്റെ മുറി തുറക്കാനുള്ള ഡ്യൂപ്ലിക്കേറ്റ് താക്കോലാണിതല്ലേ? നീയും കൂടി അറിഞ്ഞുകൊണ്ടല്ലേ അവള് മോളിൽ കയറിപ്പോയത്? അയ്യോ, മനസ്സാവാതെ ഞാൻ വന്നിട്ടില്ല. ചേർ സാർ മോളിലുണ്ടെന്നാ ഞാൻ വിചാരിച്ചു. ജൂലി മുറിക്കകത്ത് കയറിയാൽ ഞാൻ പുറകെ എന്ന് നോക്കുന്നു, ശരിയാണോ? അവള് മുറിക്കകത്ത് കയറിയോ? കാര്യം അന്തഛിദ്രമായി. പിന്നെ മോളി കയറുകയും ചെയ്ത് കാര്യം ഒട്ടും നടന്നുമില്ല. മാഡം, രാജേന്ദ്രൻ ജൂലിയെ പിടികൂടി മുറിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വാസ്തവത്തിൽ ശേഖരനോട് നിനക്ക് സ്നേഹമുണ്ടോ? ഇല്ല സാറേ, അയാൾ എന്നെ ഉപദ്രവിക്കുമെന്ന് ഭയന്ന് ഞാൻ അങ്ങനെ അഭിനയിക്കുന്നതാ. ശേഖർ പറഞ്ഞിട്ടാണോ നീ മുറിയിൽ കിടന്നത്? അതെ. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം. ജൂലിക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ജൂലി, ഇങ്ങോട്ട് നീങ്ങി നിൽക്ക. ഇന്നു മുതൽ നീ എന്റെ സ്വന്തമാണ്. ജൂലി, ഇവിടെ ഞാൻ കൊല്ലും. ഞാൻ അവർക്ക് കൊണ്ടുവരാം. ജൂലി, മാഡത്തിന് നിന്നെ ഒന്ന് കാണണമെന്ന്. രാജേന്ദ്രനോട് നീ എന്തൊക്കെ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല സാർ. ശേഖരനെതിരെ നീ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇവിടെ ഞാൻ കഷണം കഷ്ടമായിട്ട് അറിഞ്ഞില്ലേ? മാഡം, ഇവിടെ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്കിവിടെ നമ്മുടെ സംഘത്തിലേക്ക്. നീ എന്തിനാണ് അവനോട് ഇതൊക്കെ പറഞ്ഞത്? പഴയ സത്യം. പ്രസാദ്, എന്റെ നെഞ്ചിന് നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ ഞാൻ പേടിച്ച് എന്തൊക്കെയോ പറഞ്ഞുപോയി. നീ ആ പട്ടിയെ ചുംബിച്ചില്ലേ? പറയടി പ്രസാദ്. ചുംബിച്ചു. മതി, ഇനി അവളെ ഉപദ്രവിക്കട്ടെ. ഇവളുടെ കണ്ണ് കെട്ടാതെയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇങ്ങോട്ടുള്ള വഴി പോയി ഇവൾ പറഞ്ഞു കൊടുക്കുമായിരുന്നില്ലേ? ഇതുകൊണ്ടാണ് ഇവിടെ വരുമ്പോഴും പോകുമ്പോഴും നിങ്ങളുടെ കണ്ണ് ഞങ്ങൾ കെട്ടുന്നത്. മിസ്റ്റർ പ്രസാദ്, എന്നെ ഇവിടെയും ഒരു ക്ലാസ് ഇട്ടാണോ തൂക്കുന്നത്? ബോസ് സംസാരിക്കുന്നു. ശേഖർ, അല്പം കൂടി ക്ഷമിക്കൂ. നാം തമ്മിൽ കാണാൻ ഇനി അധിക ദിവസങ്ങളില്ല. ഒരു ജോലി കൂടി നാം ഏൽപ്പിക്കുന്നു. റാണിയുടെ രക്തശേഖരങ്ങൾ ഏറ്റവും വേഗം തട്ടിയെടുക്കുക. വേണ്ടി വന്നാൽ ഒടുവിൽ റാണിയെയും ഇവിടെ കൊണ്ടുവരേണ്ടി വന്നേക്കും. ജൂലി, ഇപ്പോൾ നിന്നെ നാം വെറുതെ വിടുന്നു. മേലിൽ ഇത് ആവർത്തിച്ചാൽ മരണശിക്ഷയായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. ജയ് ചിഞ്ചോ. മിസ്റ്റർ പ്രസാദ്, എനിക്കൊരു വിവരം അറിയാനുണ്ട്. തമ്പുരാട്ടി താമസിക്കുന്ന കോവിലകത്തെ പറ്റി എനിക്കൊരു പൂർണ്ണ രൂപം കിട്ടണം. എവിടെയൊക്കെ എത്ര വാതിലുകളുണ്ട്, പിറകെ എത്ര വാതില? എന്താണ് ഈ കണ്ടത്? അതുപോലെ പലതും ഇവിടെ ഉണ്ട്. സമയമാകുമ്പോൾ എല്ലാം കാണാം, മനസ്സിലാക്കാം. അതൊരു ഒന്നും ചോദിക്കട്ടെ. നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സിത്താറിന്റെ ശബ്ദം അന്നൊരിക്കലും ഞാൻ കേട്ടതാണല്ലോ. ആരാണത് വായിക്കുന്നത്? പറയാം. ഓഹോ, അതുകൊണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞങ്ങൾ അയാളെ ഒരു അറയിലിട്ട് കൂട്ടിയിരിക്കുക.
നിങ്ങൾക്ക് പോകാൻ സമയമായെങ്കിൽ പോകാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. MRC 31 ഇദ്ദേഹത്തിന്റെ കണ്ണുകെട്ടാണ് തുണി കൊണ്ടുവരൂ. സിന്ധു ഇവിടെ നിൽക്കുകയാണ്. ഇന്ന് പൗർണമിയാണ്. അതാ ആ ചന്ദ്രയെ നോക്കൂ, എത്ര മനോഹരമായിരിക്കുന്നു. എന്റെ സിന്ധുവിനെ പോലെ ഞാൻ അത്ര സുന്ദരിയാണ്. എന്റെ കണ്ണുകൾക്ക് നീ ഏറ്റവും വലിയ സുന്ദരിയാണ്. ചന്ദ്രനിൽ കളങ്കമുണ്ട്. നിന്റെ മുഖത്തും കളങ്കമുണ്ട്. നീലിമയേറിയ ഈ കണ്ണുകളിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ചന്ദനച്ചാറിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. സിന്ധു, നീ എന്റേതാണ്, എന്റേത് മാത്രം. നിങ്ങളുടെ തട്ടുമുട്ട് സാധനങ്ങളെല്ലാം ഏറ്റവും കഴിയുന്ന വേഗത്തിൽ സ്ഥലം കാലിയാക്കി. എന്റെ സാറില്ലാത്തപ്പോ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. എടോ, അപ്പോഴല്ലേ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ നോക്കൂ. ശേഖരൻ ഇവിടെ വന്നാൽ ഈ സ്റ്റെപ്പ് കയറി എന്റെ മുറിയിൽ വരാൻ പാടില്ല. അവനിവിടെ താമസിക്കണം നിർബന്ധമായി പറഞ്ഞാൽ താഴെ എവിടെയെങ്കിലും മുറി കൊടുത്തേക്ക്. ഇനി അവൻ എന്റെ മുറിയിൽ കിടക്കരുത്. എന്താടാ കുരങ്ങിയേട്ട കുറവനെ പോലെ നോക്കിയേക്കുന്നത്? എല്ലാം എടുത്തോണ്ട് പോണേ. എന്റെ ഒരു പെട്ടിയുടെ മോളിലുണ്ട്. നിന്റെ പെട്ടി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതെല്ലാം മോഷണം നടത്തിയ സാധനങ്ങളല്ലേ അതിനകത്തുള്ളത്. അതെല്ലാം തിരിച്ചു കൊടുക്കാൻ സാറ് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ അമ്പാപ്പു, നമ്മുടെ പെട്ടിയെല്ലാം എടുത്തിട്ടായിട്ട് സാർ. രാജൻ സാർ. സാറിനോട് ഇന്ന് മുതൽ വേറെ എവിടെയെങ്കിലും താമസിച്ചോളാം പറഞ്ഞു. എന്നെ കുടിയിറക്കാൻ അവനാരാ? അവനെ ഞാൻ ജീവനോട് വെപ്പിക്കില്ല. മാഡം, മുകളിൽ രാജൻ സാറും ശേഖരൻ സാറുമായിട്ട് വീണ്ടും ഏറ്റുമുട്ടുമെന്നാ തോന്നുന്നു. ഇപ്പൊ ഇത് നിശ്ചയിക്കും. മര്യാദയ്ക്ക് പുറത്തു പോകുന്നതാണ് നല്ലത്. പോകൂ ശേഖർ, പോകൂ. എല്ലാം കഴിഞ്ഞപ്പോ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. നമ്മൾ രണ്ടുപേരും ജീവിച്ചിരിക്കാൻ പാടില്ല. ശേഖർ, ശേഖർ, പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്യൂ. ഹോസ്പിറ്റലിൽ പോകാൻ. നോൺസെൻസ്. ഇൻസ്പെക്ടർ ഫോൺ ചെയ്ത് ഒരു ഡോക്ടറെ ഇങ്ങോട്ട് അയക്കാൻ പറയും. സാരമില്ല, ഞാൻ മുകളിലിരിക്കാൻ ഡോക്ടറെ അങ്ങോട്ട് അയക്കൂ. പോലീസ് സ്റ്റേഷൻ. ഹലോ ഇൻസ്പെക്ടർ, ഞാൻ ഗുപ്ത. അതെ, സാറിന്റെ അനിയൻ ശേഖർ വെടിവെച്ചിട്ട് പിന്നിലത്തെ ജനൽ കൂടി ഓടി രക്ഷപ്പെട്ടു. പ്ലീസ് ചേസ് ആൻഡ് ക്യാച്ച് ഹിം. മുറിവ് സാരമില്ല. ഇൻസ്പെക്ടർ വരുമ്പോൾ ഒരു ഡോക്ടറെ കൊണ്ടുവരണം. ഓക്കെ. എന്റെ പൊന്ന് പറൂക്ക, അങ്ങനെ പറ്റി വല്ലതും നിങ്ങൾക്കറിയാവൂ? ആ ശരീരം മുഴുവൻ ജനിച്ച നാളെ മുഴുവൻ ഉണ്ടാണ്. എടുക്കാൻ സമയം വേണ്ടേ? അവനെ വെടിവെച്ചതിന് ശേഷം പുറകുവശത്തൂടി ചാടി ഞാൻ രക്ഷപ്പെട്ടു. ജനൽ വഴി ഇതിനകത്ത് കയറി. ഇപ്പോഴത് ഉപയോഗിച്ചത് ബുദ്ധിമോശമായിപ്പോയി. എത്ര നാൾ ക്ഷമിച്ചിരിക്കും? ഇനി നിങ്ങൾ എന്ത് ചെയ്യും? പേടിക്കണ്ട, എന്നെ ഒരു പോലീസും ഒന്നും ചെയ്യില്ല. ഇനി ഇവിടെ കഴിയുന്നത് അപകടമാണ്. നമ്മുടെ സങ്കേതത്തിലേക്ക് പോകാം. വരട്ടെ. വാസനെ ചുമതലപ്പെടുത്തിയ ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം തമ്മിൽ കാണാം. ജയ് ചിഞ്ചോ. ജയ് ചിഞ്ചോ. ഇവിടെ ഇരിക്കുകയായിരുന്നു. നല്ല ആളാ. ഇങ്ങനെ ഉറക്കം പഠിച്ചാലേ. ഉറക്കം അടിച്ചോണ്ടല്ലോ നീ ഉറക്കം എഴുന്നേറ്റ് വന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നത് അച്ഛനോ തമ്പുരാട്ടി പറഞ്ഞാൽ എന്നെ കൊന്നുകളെ. ഈ പല്ലവി പേടാത്ത ഒരു ദിവസവുമില്ല. എപ്പോ വിളിച്ചാലും അച്ഛനും പാപ്പയും അച്ഛനും പാപ്പയും. ഈ രാത്രി ഇനി ആര് കാണാനാ? പിന്നെ പേടിക്കാനുള്ളോ? പേടിക്കണ്ടായോ? അതിരിക്കട്ടെ, ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തിനെ പറ്റിയല്ല അന്വേഷിച്ചു. തമ്പുരാട്ടിയുടെ നിക്ഷേപം. തമ്പുരാട്ടിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, പക്ഷേ എവിടെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം. ഇവ നമുക്ക് ആ അമ്പലത്തിന്റെ അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അയ്യോ ചേട്ടാ, ഞാൻ പുറകിലത്തെ വാതിലടച്ചിട്ടില്ല. മുൻവശം അടച്ചിട്ടുണ്ടല്ലോ, പുറകെ കൂടെ ആരും കയറത്തില്ല. എന്നാലും തമ്പുരാട്ടി ഉണരുന്നതിന് മുമ്പ് പോണം. വാവണ്ണ എന്തും
നാണിച്ചു പോകരുത്. നിങ്ങൾ ആരാണ്? ഞാനാണ്. എന്ത് വേണം? കൊട്ടാരത്തിലെ സ്വർണ്ണ നിക്ഷേപങ്ങളെല്ലാം നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നു. അയ്യോ, എന്റെ കയ്യിലൊന്നുമില്ല. കള്ളം, പച്ചക്കള്ളം. ആ ആഭരണങ്ങളെല്ലാം എനിക്ക് തരൂ. എഴുന്നേക്കൂ. ശബ്ദം ഉണ്ടാക്കരുത്. നടക്കാൻ. നടക്കൂ വേഗം. നടക്കൂ. വേഗം നടക്ക്. ആഭരണങ്ങൾ എവിടെ വെച്ചിരിക്കുന്നു? പറയൂ. പറയാൻ. ഇത് എന്റെ മോന്റെ ചിത്രമാണ്. കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട. ആഭരണം എവിടെ? എന്റെ ആഭരണങ്ങളെല്ലാം ഞാൻ അവന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അത് വേഗം എടുക്കൂ. അല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. മോനെ, നിന്നെ ഒരു അമ്മ പ്രസവിച്ചതല്ലേ? മനുഷ്യബന്ധങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല. ഈ ആഭരണങ്ങൾ തീരുമ്പോൾ ഇനിയും ഞാൻ വരും. ഓർമ്മയിരിക്കട്ടെ. ചതിച്ചല്ലോ ഗുരുവായൂരപ്പ. Congratulations, clever boy. Thank you. തമ്പുരാട്ടി അവരുടെ മകന് വേണ്ടി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പെട്ടിയാണിത്. തമ്പുരാട്ടിയുടെ മകൻ. അവൻ ചത്ത് മണ്ണടിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായി? ജയ് ചിഞ്ചോ. ജയ് ചിഞ്ചോ. മിസ്റ്റർ ശേഖർ, ബോസിനെ കാണാൻ എനിക്ക് സന്ദർഭം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഗുഡ്. മിസ്റ്റർ ശേഖർ, ഈ 14-ാം തീയതി മുതൽ നിങ്ങളെ ഞങ്ങളുടെ സംഘത്തിലെ അംഗമാക്കുന്നതാണ്. താങ്ക് യു ബോസ്. അന്ന് മുതൽ നിർബാധമായി കണ്ടുകെട്ടാതെ നിങ്ങൾക്കിവിടെ വരികയും പോവുകയും ചെയ്യാം. താങ്ക് യു ബോസ്. ശേഖറിന്റെ അസിസ്റ്റന്റ് സാൻഡോ. യെസ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവനെ പുറത്തു നിർത്തുന്നത് അപകടമാണെന്ന് തോന്നിയതുകൊണ്ട് കണ്ണുകെട്ടി അകത്തേക്ക് കൊണ്ടു. ഗുഡ്. വിശ്വസ്തരാണോ? ബോസ്, എന്നെ വിശ്വസിക്കുന്ന പോലെ അവനെയും വിശ്വസിക്കാം. ഗുഡ്. എങ്കിൽ അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. മിസ്റ്റർ പ്രസാദ്, Yes, boss. ആഭരണപ്പെട്ടി കൊച്ചാകിനെ ഏൽപ്പിക്കും. Yes, boss. മിസ്റ്റർ ശേഖർ, ചില പ്രധാനപ്പെട്ട ചുമതലകൾ കൂടി നിങ്ങളെ ഏൽപ്പിക്കാനുണ്ട്. വരൂ പറയാം.